ഒരുപക്ഷെ നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോൾ आप रात को सोने के समय ഹൃദയം നീറിയ വിഷയമായിട്ടായിരിക്കും കിടക്കുന്നത്. बहुत वेदनाजनक सब सोते होंगे, പക്ഷെ കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിച്ച് കിടക്കുകയാണെങ്കിൽ अगर परिवार के समत आप प्रार्थना करके सोते होंगे, ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് കാണുവാനിടയായി. परमेश्वर का कार्य आपके जिंदगी परिवार में दिखेगा आपको. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുക. आप बच्चे को वचन सिखाएं. അവ നിങ്ങൾ കിടക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴോ എല്ലാം അവയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. वो सोते समय चलते समय उस समय इसके बारे में बातें करना है. നമ്മുടെ ഭവനം ഒരു ദൈവാലയമായി മാറണം. हमारा भवन एक परमेश्वर का आलय बनना है. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. मिलके प्रार्थना करना है. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കണം. आप लोग जब सुबह उठते हैं परिवार सभी मिल प्रार्थना करना है. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. रात को सोते समय आप लोग प्रार्थना करना है നിങ്ങളുടെ मिलकर. ഭവനം ഒരു ദൈവാലയമായി മാറണം. मैं कहना चाहता हूँ आपका भवन एक परमेश्वर का भवन बनने पाए. ദൈവഹിതമല്ലാത്തതൊന്നും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. परमेश्वर की विरुद्ध कोई सा भी कार्य आपके परिवार में ना होने पाए. നിങ്ങളുടെ ഭവനം ദൈവാലയമായി മാറിയാൽ आपका भवन अगर खुदा का भवन बनेगा तो പിശാചിന് അവിടെ ഇടമില്ല. वहां में शैतान का कोई अधिकार नहीं है, कोई जगह नहीं है. പ്രാർത്ഥന ഉയരുന്ന ഭവനങ്ങളിൽ अगर जहाँ प्रार्थना बढ़ता है, जिस घर में എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും कितना बड़ी परेशानी आए, ദൈവം അവിടുന്ന് കൈകാര്യങ്ങളെ പിടിച്ച് നമ്മളെ ഉയർത്തും. वहां पर परमेश्वर क्या करेगा, आपको उठाए. എന്തിനു വേണ്ടിയാണ് വചനം പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ? क्यों हम लोग बच्चे को वचन सिखाते हैं? പാപം ചെയ്യാതിരിക്കേണ്ടതിന്. पाप नहीं करे इसीलिए. നമ്മുടെ തലമുറകൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. हमारा पीढ़ी पाप ना करे. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ और एक बात मैं बोलना चाहता हूँ, പിശാച് അവരെ പിടിച്ച് പോകാതിരിക്കേണ്ടതിന്. शैतान उसको खींच कर ना लेकर जाए. മൊബൈൽ അഡിക്ഷനിലേക്ക് പോകാതിരിക്കേണ്ടതിന്. मोबाइल के एडिक्शन में ना जाए. ലവ് അഫെയറിലേക്ക് പോകാതിരിക്കേണ്ടതിന്. लव अफेयर में ना जाए. ലഹരി ഉപയോഗിക്കുന്ന ജീവിതത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്. ड्रग्स के उपयोग ना करें. ദൈവത്തിൽ നിന്ന് അകന്ന് പോകാതിരിക്കേണ്ടതിന്. खुदा से अलग ना होए. ദൈവ വചനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. खुदा की कलाम बच्चे को देना है. That is not a pastor's duty. वो पास्टर का काम नहीं That है. is not a Sunday school teacher's duty. वहाँ संडे स्कूल का जो टीचर का ड्यूटी नहीं ഇത് है. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ये काम आपको सौंपा गया है. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. बच्चों को कलाम सिखाना है. നിങ്ങൾക്ക് ദൈവവചനം കൊടുക്കണം. बच्चों को कलाम को देना है. നിങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ आप बच्चे को कलाम सिखाएगा तो അവർ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടാൻ उसका തുടങ്ങും. भविष्य उज्जवल होगा. അവർ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. उसका भविष्य आशीषित होगा. പിന്നെ എന്തെല്ലാം ലോകമോഹങ്ങൾ അവരെ തേടിയെത്തിയാലും उसका कोई भी दुनिया की दारी उसकी जिंदगी में घूम के आएंगे तो പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കും. पवित्र आत्मा वो बच्चों से बातें करेगा. ദൈവവചനം അവരോട് സംസാരിക്കും. परमेश्वर कलाम उससे बातें करेगा. ദൈവഹിതമല്ലാത്തത് എന്ത് ചെയ്താലും പാപമാണ് അവരോട് ദൈവവചനം സംസാരിക്കും. परमेश्वर के विरुद्ध कोई भी कार्य करता है वो बच्चे से परमेश्वर बात करेगा. ഇന്ന് എത്ര മാതാപിതാക്കൾ തയ്യാറാകുന്നുണ്ട്? आज कितने माता पिता ये तैयार होता है നിങ്ങളുടെ ഭവനം ഒരു ദൈവാലയമായി പണിയുവാൻ? आपका घर एक मसीह का घर बनने पाए. നിങ്ങളുടെ ഭവനം ഒരു ദൈവ സാന്നിധ്യമുള്ള ഇടമായി പണിയുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? हालेलुया. आपका घर कितने चाहते हैं कि मसीह का घर बन जाए?